ഈ ഒരു സെഷൻ ഏറ്റവും പ്രാധാന്യമേറിയതാവുന്നത് ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യം കൊണ്ടാണ്. ഈ കഴിഞ്ഞ സെഷനിൽ സനാതനധർമ്മത്തെക്കുറിച്ചുള്ള ഒരു സെഷനായിരുന്നു കൈകാര്യം ചെയ്തത്. സനാതനധർമ്മത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കൂടി വരുന്നൊരു സാഹചര്യത്തിലാണ് ജാതിവിരുദ്ധതയുടെ പോരാട്ട ചരിത്രം, സ്വാമി ആനന്ദതീർത്ഥൻ്റെ ജീവിതം എന്നൊരു സെഷൻ ഇവിടെ ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നത് സ്വാമി ആനന്ദതീർത്ഥനെ കുറിച്ച് കുട്ടികൾക്കൊന്നും സാധാരണഗതിയിൽ അറിയാൻ വഴിയില്ല. ജാതിവിരുദ്ധതയുടെ ഒറ്റയാൾ പോരാളി, ജാതിക്കെതിരെ ഒറ്റയ്ക്ക് സമരം നടത്തി അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി. ശരിക്കു പറഞ്ഞാൽ കേരളത്തിലെ ഒരു നവോത്ഥാന നായകനും ഇത്രയധികം മർദ്ദനങ്ങളോ അവഗണനയോ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല. അത്രമാത്രം നിരന്തര മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അതിലൂടെ ജീവിതം അവസാനിച്ചു എന്ന് പറയേണ്ടി വരുന്ന ഒരാളായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ. 1905 തലശ്ശേരിയിലെ ഒരു ഗൗഡ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിൽ ജനനം. ഉയർന്ന വിദ്യാഭ്യാസം മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് ഊർജതന്ത്രത്തിൽ 2ാം റാങ്കോടെ BA ഓണേഴ്സ് പാസ്സായി. പിന്നീട് C രാജഗോപാലാചാര്യയുടെ സ്വാധീനത്താൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എത്തുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമായിരുന്നു. 1930 വേദാരണ്യത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് 3 മാസം വെല്ലൂർ ജയിലിൽ തടവ് ശിക്ഷ അനുഭവിച്ചു. പിന്നീട് നാം കാണുന്ന ആനന്ദതീർത്ഥൻ ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയായിരുന്നു. പാലക്കാട് കൃഷ്ണസ്വാമി അയ്യർ സ്ഥാപിച്ച ശബരി ആശ്രമത്തിലെ അന്തേവാസിയായി, പിന്നീട് ഇവിടെ നമ്മുടെ അടുത്ത് കേളപ്പജി പാക്കനാർപുരത്ത് സ്ഥാപിച്ച ശ്രദ്ധാനന്ദ വിദ്യാലയത്തിലും അന്തേവാസിയായി ജാതിവിരുദ്ധ സമരങ്ങളിൽ ഏർപ്പെട്ടു. 1931 നവംബർ 21 പയ്യന്നൂരിൽ ജാതിക്കോമരങ്ങളുടെ നാട് എന്ന് ഒരു കാലത്തിൽ പ്രസിദ്ധമായിരുന്ന പയ്യന്നൂരിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചു. അടിത്തട്ട് ജനതയുടെ വിമോചനത്തിന് വേണ്ടി, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിനും ജാതി നിർമൂലനത്തിനും വേണ്ടി നിരന്തരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. മറ്റൊരു സവിശേഷത കൂടി സ്വാമി ആനന്ദതീർത്ഥനുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാന ശിഷ്യൻ. 1928 ശ്രീനാരായണ ഗുരു സമാധിയാകുന്നതിന് കുറച്ച് മാസം മുൻപാണ് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹം അനന്തശേനായി ആനന്ദതീർത്ഥനായി മാറിയത്. അങ്ങനെ നീണ്ട ജാതിവിരുദ്ധതയുടെ നീണ്ട ചരിത്രമാണ് അതിൽ പറയാൻ ഉള്ളത്. ഇന്ന് ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കാനെത്തിയ 2 പേർ അത് വളരെ പ്രത്യേകതയുള്ളവരാണ്. ഒന്ന്, നമുക്ക് സാഹിത്യ രംഗത്ത് സുപരിചിതനായ സാഹിത്യ വിമർശകൻ എന്ന പേരിലൊക്കെ വളരെയധികം മലയാളികൾക്ക് സുപരിചിതനായ EP രാജഗോപാലൻ മാഷുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ കൂടിയാണെന്നുള്ള സന്തോഷമുണ്ട്. മാഷ് ആനന്ദതീർത്ഥൻ്റെ പ്രവർത്തന മണ്ഡലം ഉൾപ്പെടുന്ന ഭൂമികയിൽ നിന്നാണ് വരുന്നത് എന്നത് ഞാൻ ആദ്യം തന്നെ ആനന്ദതീർത്ഥനെ കുറിച്ച് കേൾക്കുന്നത്, വായിക്കുന്നത് രാജഗോപാലൻ മാഷ് മാതൃഭൂമി വീക്കിലിയിൽ എഴുതിയ ഒരു ലേഖനത്തോടു കൂടിയാണ്. അതിനുശേഷമാണ് ഞാൻ കൂടുതലായിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് വായിക്കാനും പഠിക്കാനും ആരംഭിച്ചത്. കുഞ്ഞികൃഷ്ണൻ മാങ്ങാട് അദ്ദേഹം, അതാണ് അത് ശരിക്കും അനുഭവമാണ് ഗുരു എന്ന് പറയുന്നതാണ്. അദ്ദേഹം ശ്രീനാരായണ വിദ്യാലയത്തിൽ പഠിച്ച് അവിടെ നിന്ന് പാടത്തും വയലിലും ചേറിലും ആണ്ടുപോകുമായിരുന്ന ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവന്ന ആനന്ദതീർത്ഥൻ്റെ പ്രവർത്തനത്തിൻ്റെ മകുടോദാഹരണമാണ് കുഞ്ഞികൃഷ്ണേട്ടൻ. അദ്ദേഹം ശ്രീനാരായണ വിദ്യാലയത്തിൽ പഠിച്ച് പിന്നീട് ഉയർന്ന വിദ്യാഭ്യാസം നേടി LICയിൽ ഉദ്യോഗസ്ഥനായി ഇപ്പോഴും ആനന്ദതീർത്ഥൻ്റെ ആശയങ്ങളുടെ പ്രചാരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. സ്വാമിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കത് എന്താണ് സ്വാമി എന്നത്, ഒരാൾ അക്കാദമീഷ്യൻ എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെ അനുഭവം, സ്വാമിയെ നേരിട്ടറിഞ്ഞ, സ്വാമിയുടെ വാത്സല്യങ്ങൾ അനുഭവിച്ച
സ്വാമിയുടെ ദർശനങ്ങൾ കൃത്യമായി തൊട്ടറിഞ്ഞ ഒരാളെന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ആനന്ദതീർത്ഥനെ കുറിച്ച് മനസ്സിലാക്കാം. ഞാൻ ഒന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ആനന്ദതീർത്ഥൻ എന്ന സ്വാമി എന്ന രീതിയിലല്ല ആനന്ദതീർത്ഥനെ നമ്മൾ വായിക്കേണ്ടത്. മറ്റ് നവോത്ഥാന നായകരെയൊക്കെ പൊയ്കയിലപ്പച്ചനെയും മഹാത്മാ അയ്യങ്കാളിയെയും ശ്രീനാരായണ ഗുരുവിനെയും ഒക്കെ കേരളം ഇപ്പോൾ കൊണ്ടാടുമ്പോൾ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് പിൻഗാമികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ടാണ് സ്വാമി ആനന്ദതീർത്ഥൻ ഇപ്പോഴും ഇത്രമാത്രം തമസ്കരിക്കപ്പെടുന്നത്? അതൊരു ചർച്ചയിലേക്ക് പോകാം. ആദ്യം തന്നെ നമ്മോട് സംവദിക്കുന്നത് രാജോല മാഷാണ്. സ്വാമിയായിട്ടല്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എൻ്റെ വീട് കരുവള്ളൂരിനടുത്ത്, കരുവള്ളൂർ കണ്ണൂർ ജില്ലയിലാണ്. അതിന് കുറച്ച് പടിഞ്ഞാറ് ചന്തേര എന്ന സ്ഥലത്താണ്. പുതിയ ടീച്ചറുടെ വീടും അതിനടുത്താണ്. അവിടുത്തെ പണ്ട് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് അത്യാവശ്യം പച്ചക്കറിയൊക്കെ വാങ്ങാൻ പോകാൻ കാലിക്കടവ് എന്നൊരു സ്ഥിര സ്ഥലം, ഇപ്പോൾ സാമാന്യം വലിയ ടൗണായി, അവിടെയാണ് പോവുക. പണ്ട് പച്ചക്കറി അധികം വാങ്ങിക്കാറൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ടാവും. ഈ വാവ് ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. ആ സമയത്ത് ചേന വാങ്ങിക്കാനൊക്കെ അച്ഛമ്മ ഇവിടത്തേക്ക് കാലിക്കടവിലേക്ക് വിടും. അപ്പോൾ കണ്ണെന്ന് പേരുള്ള ഒരു പൊക്കമുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് ഒരു നിക്ക് നെയിം ഉണ്ട്, അദ്ദേഹത്തോട് പറയുന്നില്ല, ആ പേരിലാണ് നാട്ടുകാർ അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് ചെറിയൊരു പച്ചക്കറി കടയാണ്. അതിൽ കാലിക്കടവ് മൈതാനം ഉണ്ട്, അതിന് മൈതാനത്ത് പിറകിൽ ശ്മശാനമുണ്ട്, അതിനപ്പുറത്ത് ചില ഹരിജനങ്ങളുടെ വീടുകളുണ്ട്. ആ കൂട്ടത്തിലുള്ള അനന്തൻ എന്ന് പറയുന്ന ഒരാൾ, ഇദ്ദേഹമല്ല, അതേ പേര്, അധികം പൊക്കമില്ല, അത് എൻ്റെയൊക്കെ പൊക്കേ ഉള്ളൂ ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹം അവിടെ എന്തോ വിഷയമുണ്ടായി ഈ പച്ചക്കറി കടയിൽ. അപ്പോൾ ഈ കണ്ണെന്ന് പറയുന്ന ആൾ വാണിയ സമുദായത്തിൽപ്പെട്ട ആളാണ്. ഈ ദളിതനായിട്ടുള്ള ഈ അനന്തനെ അയാൾ ശാരീരികമായിട്ട് ഉപദ്രവിച്ചു, അടി കൊടുക്കുകയും ചെയ്തു. അപ്രതീക്ഷിതമായ അടിയായതുകൊണ്ട്, ശരിക്കും അനന്തൻ തിരിച്ചടിച്ചാൽ മറ്റേ വീണു പോകും, പക്ഷെ അപ്രതീക്ഷിതമായ അടിയായതുകൊണ്ട് ഇയാൾ വീണു. അത് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പേടിച്ചുപോയി, ഞാൻ ചെറിയ കുട്ടിയാണ്. അത് ഒന്നാം രംഗം. രണ്ടാം രംഗം ചരിത്രത്തിൻ്റെ ഒരു തമാശയാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അച്ഛമ്മ പറഞ്ഞിട്ട് ഇതേ പച്ചക്കറി പീടിയ ഒഴിവാക്കണമെന്നുള്ള ബോധം എനിക്ക്, ആ കടയിൽ വേറെ കടയുണ്ട് അവിടെ പോകണം അല്ലേ, ആളെ അടിക്കുന്ന ആളുടെ കടയിൽ പോയിക്കൂടാന്നുള്ള രാഷ്ട്രീയ ബോധം വന്നില്ല. രണ്ടാമത് പോയപ്പോൾ ഇതേപോലെ അധികം പൊക്കമില്ലാത്ത ഒരു മനുഷ്യനോട് നിൽക്കുന്നുണ്ട്. കാവി മുണ്ടും, മുട്ടിന് തൊട്ട് താഴെയുള്ള മുണ്ട്, ഒരു ഉപ്പായിട്ട് കുറച്ച് തടിയുണ്ട്, സഞ്ചിയുണ്ട്. അയാളോടും ഈ കണ്ണെന്ന് പറയുന്ന ആൾ ഇതേപോലെ പെരുമാറുന്നത്. മാത്രമല്ല അദ്ദേഹത്തെ പിടിച്ചു മുന്തി. ആ ആളാണ് ഇവിടെ ടീച്ചർ പറഞ്ഞ സ്വാമി ആനന്ദതീർത്ഥൻ. അദ്ദേഹത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിച്ചൊന്നല്ല, അത് തീർച്ചയായിട്ടും ഫിസിക്സ് പ്രധാനമാണ്, ശാസ്ത്രം പഠിച്ചു. മദ്രാശി പോലുള്ള നഗരത്തിന് കച്ചവടമല്ലേ പ്രധാനം, അപ്പൊ സെക്യുലർ ആയിരിക്കും. നഗരത്തിൽ ജാതി കൊണ്ടും അധികം കളിക്കാൻ പറ്റൂല. ചില തെരുവുകളൊക്കെ ജാതീയമായിരിക്കും, പക്ഷെ പൊതുവെ നഗരങ്ങൾക്ക് കമേഴ്ഷ്യൽ വാല്യൂ കൂടുതലുള്ളതുകൊണ്ട് അവിടെ ജാതി മതവും നോക്കാൻ വേണ്ടി പറ്റൂല. അവിടെ പണമുള്ളതിനാണ് പ്രധാനപ്പെട്ട ആൾ. അങ്ങനെ മദ്രാശി അദ്ദേഹം ജീവിക്കുന്നുണ്ട്. പിന്നെ കടൽ വലിയൊരു അനുഭവമാണല്ലോ. കടൽ മനുഷ്യനെ നിസ്സാരന്മാരാക്കുന്നത്. നമുക്ക് അഹങ്കാരം വരുമ്പോൾ, എനിക്കൊരു അവാർഡ് കിട്ടിയ ദിവസം ഞാൻ ആകാശത്തിലേക്ക് പോകും, അപ്പൊ ഞാൻ ഒന്നുമല്ല മനസ്സിലാവും. അപ്പൊ ഈ കടലും ആകാശമൊക്കെ മനുഷ്യനെ വേറെ നിലയ്ക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അവിടെ കടലുണ്ട്, ബംഗാൾ ഉൾക്കടൽ, അതും അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ടാവുന്ന എനിക്ക് ഇപ്പൊ തോന്നുന്നു. പിന്നെ ഫിസിക്സ് പറഞ്ഞല്ലോ, ശാസ്ത്രത്തിന് ജാതി മതമൊന്നുമില്ല, സൂക്ഷ്മമായി നോക്കിയാൽ ചിലപ്പോൾ ഉണ്ടാവാം, എങ്കിലും പൊതുവേ ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ AKG കീഴാളരായ ആളുകളെ കൂട്ടി പയ്യന്നൂര് ഇപ്പൊ ടൗണിന്റെ ഭാഗം തന്നെയാണ്, കുറച്ച് കിഴക്ക് ഭാഗത്ത് ഉണ്ടായിരുന്ന കണ്ടോത്ത് എന്ന സ്ഥലമുണ്ട്. അവിടെ ഈഴവ സമുദായത്തിന്റെ തീയരുടെ അറയുണ്ട്, അമ്പലം. അവിടത്തേക്ക് അങ്ങോട്ട് പോയ സമയത്ത് അവിടെയുള്ള തീയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ AKGയെയും കൂട്ടാളികളെ ആക്രമിക്കുന്നു. AKG ബോധക്കെടുന്നു മാത്രമല്ല, AKGയുടെ മരണമൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അത്ര വലിയ മർദ്ദനായിരുന്നു. ആ മർദ്ദനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ പെട്ടെന്ന് ആത്മീയമായ ഉണർവിന്റെ ഭാഗമായിട്ട് പയ്യന്നൂർ വന്നു കളയാന്ന് വിചാരിച്ചിട്ടല്ല. ജാതിക്കെതിരെ സംസാരിച്ചതിന്റെ, ജാതിക്കെതിരെ ജാഥ നടത്തിയതിന്റെ പേരിൽ AKGയെ പോലുള്ള വലിയൊരു ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള മനുഷ്യൻ ക്രൂരമായി മർദ്ദിക്കപ്പെട്ടു. അതിനുള്ള പ്രതിഷേധം അറിയിക്കാനും അതിനെക്കുറിച്ച് ആരായാനുമാണ് സ്വാമി വരുന്നത്. ആക്ടിവിസ്റ്റാണ് നടത്തുന്നത്. പല സന്യാസിമാരും ആക്ടിവിസ്റ്റുകളല്ല, അന്നാ വാക്കൊന്നുമില്ല, പക്ഷെ ഇദ്ദേഹം ആക്ടിവിസ്റ്റാണ്. ശരീരം പ്രധാനമാണ് അദ്ദേഹത്തിന്, തത്വങ്ങളെക്കാളും. അദ്ദേഹത്തിന്റെ സംഭാഷണമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ലളിതമായിട്ടാണ്, ആധ്യാത്മികമായ ഒരു പ്രത്യേക ടോണിലൊന്നല്ല സംസാരിക്കുക.
വളരെ പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹം പയ്യന്നൂർ ആശുപത്രിക്ക് അടുത്താണ് ഇദ്ദേഹം പഠിച്ച നാരായണ വിദ്യാലയം. ഓർമ്മിക്കുക, ആ പേരിന് വളരെ ഇമാൻസിപ്പേറ്ററിയാണ്, വിമോചകമാണ്. വിദ്യാലയം എന്നാണ്, ആശ്രമമെന്നോ അങ്ങനെ മഠമെന്നോ എന്നല്ല, വിദ്യാലയം, നാരായണ വിദ്യാലയം എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ രാഷ്ട്രീയമാക്കം തന്നെ ഉണ്ട്. അതിന് മുമ്പിൽ ഉള്ളത് ഇപ്പോഴും ഉള്ളത് ശ്മശാനമാണ്. ആ ശ്മശാനത്തിൽ നിലാവുള്ള രാത്രികളിൽ എന്ന് വളരെ കാൽപ്പനികമായ പ്രയോഗമാണല്ലേ, പക്ഷെ നിലാവുള്ള രാത്രികളിൽ അവിടുത്തെ കുട്ടികളെയും കൂട്ടി ഇതേ ഫുട്ബോൾ കളിച്ചിരുന്നു. പ്രേത പേടി ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി. ശ്മശാനത്തിൽ പ്രേതങ്ങൾ പണ്ടുണ്ടായിരുന്നല്ലോ, നല്ല വിശ്വാസം. അപ്പൊ ആ പേടി ഒഴിവാക്കാൻ വേണ്ടി, അങ്ങനെ ശാസ്ത്രജ്ഞാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിലാവിൽ പ്രേതങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരും. ഇരുട്ടത്ത് വരില്ല, നമ്മൾ കാണുന്ന ഒരു സംഗതി വേണമല്ലോ. അവിടെ നിലാവിലാണ് പ്രേതങ്ങൾ വരാൻ ഇഷ്ടം. അത് ആനന്ദതീർത്ഥസ്വാമിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഫുട്ബോൾ കളിച്ചു എന്നുള്ളത്. ഫുട്ബോളിനെ കുറിച്ച്, സാമൂഹികതയെ കുറിച്ച് നമ്മൾ പിന്നീട് കഥകൾ, ഹിഗിറ്റ പോലുള്ള കഥകളൊക്കെ നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഓർമ്മിക്കാറുള്ള ചരിത്രം നമ്മൾ പല കഥാകാരന്മാർ വായിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഫുട്ബോളിന്റെ വിമോചകമായ കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഭാഷയിൽ, നമ്മുടെ കേരളത്തിൽ ആദ്യമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആളുടെ പേര് സ്വാമി ആനന്ദതീർത്ഥനാണ്. ഈ ഹരിജന ബാലന്മാരെയും ദളിത് ബാലന്മാരെയും കൂട്ടി നിലാവത്ത് ഫുട്ബോൾ കളിക്കുന്നത് പ്രേതങ്ങൾ എന്നുള്ള ആശയമില്ല എന്ന് ഫിസിക്സ് പഠിച്ച അദ്ദേഹം തെളിയിക്കാൻ വേണ്ടി. ഇങ്ങനെയുള്ള ഒരുപാട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൂട്ടിയ ഒരു ബദൽ സന്യാസിയാണ്. സാധാരണ സുഖിയൻ സന്യാസിമാർ ഇഷ്ടം പോലെയുണ്ട്. അല്ല, അടികൊണ്ട സന്യാസിയാണ്. തല്ലുകൊള്ളി സ്വാമി എന്നുള്ള പേര് ഇദ്ദേഹത്തിനുണ്ട്, തല്ലുകൊള്ളി സ്വാമി. അപ്പോൾ ഇത് നേരിട്ട് എൻ്റെ ഈ സെഷനിൽ പങ്കെടുക്കാനുള്ള എൻ്റെ യോഗ്യത ഇത് മാത്രമാണ്. സ്വാമിക്ക് അടികൊണ്ട ഒരു ദുരന്ത ദൃശ്യം കാണാനുള്ള നിർഭാഗ്യം ഉണ്ടായ ഒരുത്തനാണ് ഞാൻ. അത് അപ്പോഴാണ്, അന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ കൊടക്കാട്, ഞങ്ങളുടെ അപ്പുറത്തെ ഗ്രാമം, അവിടെ ഒരുപാട് ഈ വിഷമം അനുഭവിക്കുന്ന സമുദായത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പോകുന്നുണ്ട്. അപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ഇദ്ദേഹത്തെ ചെറിയ കല്ല് പറക്കി എറി, ഭ്രാന്തനാണെന്ന് പറഞ്ഞു. അതുപോലെ അമ്പലക്കുളത്ത് പോയിട്ട് ഇവർ ഈ ഹരിജന എന്ന വാക്ക് പറഞ്ഞുകൂടെ, ദളിത് കുട്ടികളെയും കൂട്ടിയിട്ട് അമ്പലക്കുളങ്ങളിൽ പോയിട്ട് കുടിക്കും. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇദ്ദേഹത്തെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടി. ഈ ആനന്ദതീർത്ഥസ്വാമി ഇത്രകാലം ജീവിച്ചതന്നെ അത്ഭുതമാണ്. അത്രയും അടി കിട്ടിയിട്ടുണ്ട്. ഒരു ജാതിയുടെ മേൽ ഇത്രയധികം അടി കിട്ടിയ ഒരു ശരീരം കേരളത്തിൽ ഉണ്ടാവില്ല. അദ്ദേഹത്തിന്റെ ശരീരം സ്പെഷ്യലി ടെക്സ്റ്റലൈസ്ഡ് എന്ന് പറയാം, ഇവരുടെ ഗവേഷണത്തിന്റെ ഭാഷയിൽ സ്പെഷ്യലി ടെക്സ്റ്റലൈസ്ഡ്, അങ്ങനെ സവിശേഷമായി പാട്ടവൽക്കരിക്കപ്പെട്ട ഒരു ശരീരമാണ് ആനന്ദതീർത്ഥസ്വാമിയുടെ. അത്രയും അടി കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അവസാനം അസുഖമായിട്ട് ഗുരുവായൂരിൽ ബ്രാഹ്മണർക്ക് മാത്രം കൊടുക്കുന്ന ഭക്ഷണമുണ്ട്, അതിൽ പോയിരുന്നു, ഊണൂരൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തോട് പകയുണ്ടായിരുന്ന ഞങ്ങളുടെ കാസർഗോഡുകാരൻ തന്നെ ഒരു നായർ പോലീസുകാരൻ ഒരു ഉരിച്ച തേങ്ങ, ആ തേങ്ങ തോർത്തിൽ കെട്ടിയിട്ട് തലക്കടിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണമായിട്ടുള്ള രോഗത്തിന് നിദാനമായിട്ട് ഭവിച്ചത്. ഇങ്ങനെ ഞാൻ ഒറ്റപ്പെട്ട നാടകീയമായ ചില കാര്യങ്ങൾ മാത്രം പറയുന്നത് ഒരു അന്തരീക്ഷം ഉണ്ടായിക്കോട്ടെ വിചാരിച്ചില്ല. അപ്പൊ ഇങ്ങനെ അനുഭവിച്ച മനുഷ്യനാണ്. ചരിത്രത്തെ, ഇന്ത്യയിലെ അതിതീക്ഷ്ണമായിട്ടുള്ള ഈ ജാതീയതയെ സ്വന്തം ശരീരത്തിൽ അനുഭവിച്ച ആളാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ ഉടനീളം അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരം തന്നെയാണ് അദ്ദേഹത്തിന് ദർശനം എന്ന് പറയാം. അത്രയും ബുദ്ധിമുട്ടിയ ഒരാളുടെ പേരാണ് സ്വാമി ആനന്ദതീർത്ഥൻ എന്നുള്ളത്. അപ്പൊ ഇതാണ് എൻ്റെ പ്രാഥമികമായിട്ട് പറയാനുള്ള കാര്യം. ദൃശ്യങ്ങൾ, പയ്യന്നൂരിലെ ദൃശ്യങ്ങൾ. പ്രിയമുള്ളവരെ, രാജവേല മാഷ് സ്വാമിജി ആദ്യമായി കണ്ട ഒരു രംഗത്തെ പറ്റിയാണ് പറഞ്ഞത്. ടീച്ചറായാലും മറ്റുള്ളവരായാലും ഒക്കെ സ്വാമിജിയെ കുറിച്ച് വായിച്ചും പഠിച്ചും മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. സ്വാമിജി അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. അതാണ് വ്യത്യാസം. 1964 4ാം ക്ലാസ് മുതൽ ആ സ്ഥാപനത്തിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. സ്വാമിജിയെ ഞാൻ കാണുന്നത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കണം എന്ന് ചിന്തിച്ച ഒരു സാമൂഹ്യ വിപ്ലവകാരൻ. നമ്മളൊന്നാലോ നിങ്ങൾ ചെറുപ്പക്കാർ, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുന്നു, അല്ലെങ്കിൽ വലിയ ഡിഗ്രിക്ക് വേണ്ടി ശ്രമിക്കുന്നു, ഒക്കെ ചെയ്യുന്നു. 25ാം വയസ്സിൽ 1905 അദ്ദേഹം ജനിക്കുന്നത്. 1926 അദ്ദേഹം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുക്കുന്നു. അത് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മദ്രാസ് പ്രസിഡൻസി കോളേജിൽ നിന്ന് 2ാം റാങ്കോട് പാസ്സാവുന്ന ഒരാൾക്ക് സമൂഹത്തിലെ ഏറ്റവും ഉന്നത സ്ഥാനത്തെത്താനുള്ള സൗകര്യങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തലശ്ശേരിയിലെ പോർട്ട് ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ഗുരുവായൂർ ദേവസ്വത്തിൽ എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമുദായം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിലും വ്യവസായത്തിലൊക്കെ ഏർപ്പെടുന്ന ഒരു സമൂഹമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും ഉന്നതിയിലേക്ക് പോകാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു ജീവിതം തിരഞ്ഞെടുത്തതെന്ന് പലപ്പോഴും വലുതായതിനു ശേഷം ഞാൻ ആലോചിച്ചു.
നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ഇവിടെ പറഞ്ഞല്ലോ, തൃശ്ശനാപ്പള്ളിയിൽ വേദാരണ്യത്തിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ പങ്കെടുത്ത് 1930 സത്യാഗ്രഹത്തിന് പോകുമ്പോൾ അദ്ദേഹം സ്റ്റാൻഡേർഡ് ബെയറർ ആയിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ സ്റ്റാൻഡേർഡ് ബെയറർ എന്ന് പറഞ്ഞാൽ എന്താ, മലയാളത്തിൽ തർജ്ജമ ചെയ്യുമ്പോൾ പതാക വാഹകൻ എന്നാ പറയാം. നമ്മൾ പതാക വാഹകൻ ഇപ്പോൾ ഒരു ഇഡിയമായിട്ട് ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പതാക പിടിക്കാൻ ഒരാളെ മാത്രമേ അനുവദിക്കൂ. ഇന്നിപ്പം നമ്മൾ 100 കണക്കിന് പതാകയും പിടിച്ച് ജാഥയിൽ പോകുന്നു. കോൺഗ്രസിന്റെ പതാക സമരത്തിന് പോകുമ്പോൾ ഒരാളാണ്, അതൊരു പ്രിവിലേജാണ്. അങ്ങനെ വേദാരണ്യത്തേക്ക് പതാക വഹിച്ചു പോകാനുള്ള തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സമരഭടനായിരുന്നു അദ്ദേഹം. കോഴിക്കോട് കടപ്പുറത്ത് പതാക വഹിച്ചത് ആരാന്നറിയോ? സഖാവ് കൃഷ്ണപിള്ളയെ. അതൊരു പ്രിവിലേജാണ്. ആ പ്രിവിലേജോട് കൂടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾ. അതിനു മുമ്പ് ദേശീയ പ്രസ്ഥാനത്തോട് ആകൃഷ്ടനായിട്ട് മഹാത്മജിയെ കണ്ട് ഈ സാധനങ്ങളുടെ മഹാത്മജിയുടെ ആശ്രമത്തിൽ സബർമതിയിൽ പോയി ആതുര സേവനത്തിൽ അല്ലെങ്കിൽ സേവനത്തിൽ ഏർപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് തലശ്ശേരിയിൽ നിന്ന് സബർമതി വരെ നടന്നുപോയി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ സ്വാമിജിയോട് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, സ്വാമിജിക്ക് എങ്ങനെയാണ് സാധിച്ചത്? അപ്പം അദ്ദേഹം പറഞ്ഞു, നടന്നു പോകണം ഞാൻ തീരുമാനിച്ചത്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ കുറേ അനുഭവങ്ങൾ വേണം. പ്രയാസങ്ങൾ കൊണ്ട് മാത്രമേ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് സ്വയം അനുഭവിക്കണം എന്നുള്ളതാണ്. പക്ഷെ അതിലേറെ എന്നെ ആകർഷിച്ചത് അല്ലെങ്കിൽ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹം പറഞ്ഞത്, നടന്നു പോകുമ്പം എനിക്കൊരു വ്രതമുണ്ടായിരുന്നു, കാശ് കൈകൊണ്ട് തൊടില്ല. ഏത് കാലത്ത്? 1927 തലശ്ശേരിയിൽ നിന്ന് സബർമതി വരെ നടന്നു പോവുക. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മളിന്ന് ഇവിടുന്ന് അവിടേക്ക് പോകാൻ ഓട്ടോറിക്ഷ വിളിക്കുന്ന ഒരു കാലം. ആ കാലത്ത് നടന്ന് ഭക്ഷണം ഏത് വേടിയെത്തുന്നു ആരെങ്കിലും വാങ്ങിക്കൊടുത്ത് കഴിക്കും, ഇല്ലെങ്കിൽ വെള്ളം കുടിച്ച് നടക്കും. അങ്ങനെ അദ്ദേഹം രത്നഗിരി വില്ലേജിൽ പോയൊരു അനുഭവം അദ്ദേഹത്തിൻ്റെ തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു ഗള്ളിയിൽ പോയി വെള്ളം ചോദിച്ചപ്പം അദ്ദേഹം സവർണ ബ്രാഹ്മണനാണെന്ന് തോന്നിയിട്ട് വെള്ളം കൊടുത്തില്ല. ഞങ്ങളത് ദളിതരുടെ കോളനിയാണ്. അത് കഴിഞ്ഞ് ഒരു അടുത്ത ആദ്യം നിങ്ങൾ അവിടെ പോയതുകൊണ്ട് ഇവിടുന്ന് വെള്ളം തരില്ല എന്ന് പറഞ്ഞു. അവസാനം ഒരു താടി വെച്ച ഒരാൾ വന്ന് എന്താ എവിടേക്കാണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞപ്പോൾ ശരി വീട്ടിൽ വരാൻ പറഞ്ഞു. ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തപ്പോഴാണെങ്കിൽ ഒരു മുസ്ലിം കുടുംബമായിരുന്നു അത്. അവർ നല്ല മത്സ്യക്കറിയുള്ള ഭക്ഷണമാണ് കൊടുത്തത്. അദ്ദേഹം വെജിറ്റേറിയൻ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായി അവസാനമായി ഞാൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചത് ആ മുസ്ലിം ആളുടെ വീട്ടിൽ നിന്നാണ്. പക്ഷെ അന്ന് അത്രയും ഞാൻ ആസ്വദിച്ചൊരു ഭക്ഷണം ഞാൻ കഴിച്ചിട്ടുണ്ടാവില്ല. കാരണം എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പം എന്നെ കൂടെ നിർത്താൻ നിന്ന് ഒരാളെന്ന് പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ പ്രയാസപ്പെട്ട് അവിടെ പോയപ്പോൾ ഗാന്ധിജി അവിടെ ഇല്ല. അപ്പോൾ ഗാന്ധിയുടെ സെക്രട്ടറി പറഞ്ഞു, നിങ്ങൾ ഈ ചെറുപ്പത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട, നിങ്ങൾ തിരിച്ച് അവിടെയൊക്കെ തന്നെ പോകും. അപ്പോൾ പോവില്ല എന്ന് ശാഠ്യം പിടിച്ച മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളൂ, രാജഗോപാലാചാര്യ തന്നെ കാണാൻ പറഞ്ഞു. അങ്ങനെ രാജഗോപാലാചാര്യ പോയി കണ്ടപ്പോഴാണ് പറഞ്ഞത്, അങ്ങനെ ഈ സാധുക്കളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഈ അവശത അനുഭവിക്കുന്നവർക്ക് സഹായം കൊടുക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ കൃഷ്ണസ്വാമി അയ്യരുടെ ശബരി ആശ്രമത്തിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ് പാലക്കാട് ശബരി ആശ്രമത്തിൽ അദ്ദേഹം എത്തുന്നത്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ്, ഇന്നത്തെ കോൺഗ്രസ് അല്ല കേട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോൾ കോൺഗ്രസ്സിൽ മെമ്പർഷിപ്പ് കിട്ടണമെങ്കിൽ ഇന്ന് മെമ്പർഷിപ്പ് കിട്ടുന്ന എഫക്റ്റീവ് മെമ്പർഷിപ്പ് 25 ആളെ നമ്മൾ ചേർത്തി കൊടുത്താൽ മതി. 25 ആളെ നമ്മളെ കാശുകൊണ്ടെന്ന് ചേർത്തി കൊടുത്ത കോൺഗ്രസ്സിലെ ആക്റ്റീവ് കോൺഗ്രസ് മെമ്പറാവും. അന്ന് അങ്ങനെയല്ല. നിങ്ങൾ കോൺഗ്രസ് മെമ്പർഷിപ്പ് എടുത്താൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനിക്കണം. ഒന്ന് ഹിന്ദി, അല്ലെങ്കിൽ ഖദർ, അല്ലെങ്കിൽ ഹരിജനോദ്ധാരണം. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ സ്വീകരിച്ചാലേ നിങ്ങളെ ആക്റ്റീവ് കോൺഗ്രസ്സുകാരനാവാൻ പറ്റും. അപ്പോൾ ആ 3 ഓപ്ഷനിൽ ഹരിജനോദ്ധാരണം, ദളിത് മുന്നേറ്റം എന്നുള്ള ഭാഗം അദ്ദേഹം സ്വീകരിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഞാനും ഇതിൻ്റെ ഒരു പശ്ചാത്തലം ഒരുക്കാൻ വേണ്ടി പറയുകയാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കണ്ട്, എത്രയും ഉന്നതിയിലേക്ക് പോകാനുള്ള എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അതൊന്നും ഇല്ലാത്തവർക്ക് വേണ്ടി നീക്കി വെക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ മനസ്സ് വന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മാറിയതല്ല, അല്ലെങ്കിൽ അദ്ദേഹം ഒരു സാമൂഹ്യ വിപ്ലവകാരിയായി സ്വയം രൂപപ്പെടുകയാണ് ചെയ്തത്. അദ്ദേഹം ഒരു സോഷ്യൽ റവല്യൂഷണറി എന്ന് തന്നെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കണം. അതാണ് നമുക്കൊക്കെ ജീവിതം തന്നതിന് അദ്ദേഹത്തിന് നിദാനമായിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. രാജാറാം മാസ്റ്ററാണ്. ഇപ്പം ആനന്ദതീർത്ഥനെ നമ്മൾ പൊതുവെ ഒരു ഗാന്ധിയൻ ദേശീയവാദി എന്നുള്ള രീതിയിലാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഗാന്ധിയൻ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും
അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ പോയ കഥയൊക്കെ പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ ഗാന്ധിയുടെ ഒരു ഐത്തോച്ചാടനം എന്നുള്ളത് സ്വീകരിക്കാതിരുന്ന ഒരാളായിരുന്നു സ്വാമി ആനന്ദ തീർത്ഥൻ. അതായത് സവർണർക്ക് മനപരിവർത്തനം വന്ന് ജാതി ഇല്ലാതാകും എന്നുള്ള ഒരു ആശയമാണ് ഗാന്ധി എപ്പോഴും ഐത്തോച്ചാടനം എന്നുള്ള ആശയത്തിലൂടെ മുന്നോട്ട് വെച്ചിരുന്നത്. അതേസമയം സ്വാമി ആനന്ദ തീർത്ഥൻ നേരിട്ട് തന്നെ അയിത്തം ഇല്ലാതാക്കണം. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ അടിത്തട്ട് ജനതയെയും കൊണ്ട് പോകുന്നത് അയിത്തമുള്ള വിശ്വാസം കൊണ്ടല്ല, അല്ലെങ്കിൽ ദൈവത്തിനെ കാണാനല്ല ക്ഷേത്രങ്ങളിൽ പോകുന്നത്, മറിച്ച് അയിത്തം എന്ന ഭൂതം എവിടെയുണ്ടോ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാനാണ് ഞാൻ അവിടെ പോകുന്നത് എന്ന് ആനന്ദതീർത്ഥം പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ബാർബർ ഷോപ്പുകളിൽ പോകുന്നു, ബാർബർ ഷോപ്പുകളിൽ അടിത്തട്ട് ജനതയെ കയറ്റാത്ത സ്ഥലങ്ങൾ, അതായത് അവർക്ക് പ്രവേശനം നിഷേധിക്കപ്പെടുന്ന എല്ലാ ഇടങ്ങളിലും അവരെയും കൊണ്ട് ചെല്ലുക എന്നുള്ള ഒരു നയമാണ് അദ്ദേഹത്തിൻ്റെ. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ അംബേദ്കറുമായിട്ടായിരുന്നു ആനന്ദതീർത്ഥന് ഇതിൽ സ്വാധീനം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു തെളിവുകളൊന്നും നമുക്ക് ലഭ്യമല്ല. അംബേദ്കറും ആനന്ദതീർത്ഥനും തമ്മിൽ എന്തെങ്കിലും കത്തിടപാടുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇതുവരെ ആയിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അത്തരത്തിൽ. പക്ഷേ ഇദ്ദേഹം 1933 കണ്ണൂരിൽ ജാതിനാശിനി സഭ സ്ഥാപിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ മിശ്രവിവാഹമായിരുന്നു. അപ്പോൾ മിശ്രവിവാഹത്തിലൂടെ ജാതി നിർമൂലനം എന്നുള്ളൊരാശയം ആനന്ദതീർത്ഥൻ, അംബേദ്കറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ മിശ്രവിവാഹമാണ്. ആ ആശയം സ്വാമി ആനന്ദതീർത്ഥനും മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ ജാതി നിർമൂലനം എന്നുള്ളത് നേരിട്ട് പ്രത്യക്ഷത്തിൽ തന്നെ ജാതി അഭിസംബോധന ചെയ്യുക, അതിനെ ദൂരീകരിക്കുക എന്നുള്ള നയമാണ് ആനന്ദതീർത്ഥൻ കൈക്കൊള്ളത്. അത് ഗാന്ധിയിൽ നിന്നും തികച്ചും വിഭിന്നമായിരുന്നു. അതിലൊരു തമാശയായിട്ടുള്ളത് 1930, അതേസമയം ഗാന്ധിയുടെ വലിയ ശിഷ്യനാണ് താനെന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. 1934 ഗാന്ധി കേരളം സന്ദർശിച്ച ഹരിജനോദ്ധാരണ പ്രവർത്തനത്തിനായി കേരളം സന്ദർശിച്ച സമയത്ത് ശ്രീനാരായണ വിദ്യാലയത്തിൽ പോയിട്ടുണ്ട്. അന്ന് അവിടെ അതിനെക്കുറിച്ച് സ്വാമി തന്നെ എഴുതിയിട്ടുള്ളത് സ്വാമിയുടെ ജാതി ഏതാണെന്ന് ഗാന്ധിക്ക് മനസ്സിലായില്ല. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി ഇദ്ദേഹം വളരെ സൂത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ചോദിക്കുകയുണ്ടായി എന്ന് സ്വാമി അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ അതേസമയം ഗാന്ധിയുടെ വലിയ അനുയായി തന്നെയാണ്. പക്ഷെ ഈ ഒരു പ്രായോഗിക തലത്തിൽ ഗാന്ധി അദ്ദേഹം സ്വീകരിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെക്കുറിച്ച് എന്താണ് രാജൻ മാഷ്ക്ക്? അതെ, വളരെ വിചിത്രമായിട്ടുള്ള ഒരു വാക്യമാണ് ഗാന്ധി ചോദിച്ചത്. ഞങ്ങൾ മനസ്സിലാക്കിയ വാക്യം ഞാൻ എഴുതി കൊടുത്തത് വായിക്കാം. വാട്ട് ഈസ് യുവർ കമ്മിറ്റി ടു വിച്ച് യുവർ ഫാദർ ഈസ് സപ്പോസ് ടു ബിലോങ്? ഗാന്ധിക്ക് മാത്രമേ പറയാൻ പറ്റൂ അങ്ങനെ വാക്യം. ഗാന്ധി കുറച്ച് ബീറത്തുണ്ടായിരുന്നു ഉറപ്പാണ് അല്ലേ, എന്താണ് കാസ്റ്റ് ചോദിച്ചാൽ മതി. പക്ഷെ ഇങ്ങനത്തെ ഒരു വിചിത്രമായ വാക്യമാണ് ഗാന്ധി ചോദിച്ചത്. അത് സ്വാമി ഓർമ്മിക്കുന്നുണ്ട്, അതിൻ്റെ തമാശയോടുകൂടി ഓർമ്മിക്കുന്നതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. മാത്രമല്ല ഗാന്ധിയുടെ ആത്മകഥ തുടർന്ന് ജാതി പറഞ്ഞിട്ടാണ്. കൃത്യം എനിക്ക് ഓർമ്മയില്ല ആ വാക്യം, സാമാന്യം നീണ്ട വാക്യം. പക്ഷെ അദ്ദേഹം ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നുണ്ട്. ഒറിജിനലി ഗ്രോസേഴ്സ് ബനിയ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാണിജ്യം എന്ന് പറയുന്ന വാക്കുന്നാണ് ബനിയ എന്നുള്ള വാക്ക് വരുന്നത്. അതിൻ്റെ പുറകിലുള്ള ഒരു മരമാണ് ബനിയൻ ട്രീ. അവിടെ നിന്നാണ് പണ്ട് ചന്ത ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ ഗാന്ധിക്ക് അറിയാം. അപ്പോൾ അദ്ദേഹം ഒറിജിനലി ഗ്രോസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബനിയ എന്നുള്ള കാസ്റ്റിന് മറ്റു മഹത്വമൊന്നുമില്ല, ഞങ്ങൾ കച്ചവടക്കാരാണ്. കച്ചവടക്കാരെന്ന് ഒരു കമേഴ്ഷ്യൽ ഏർപ്പാടാണ്, അതിൽ ഭൗതികവാദം മാത്രമേ ഉള്ളൂ. അന്ന് ഗാന്ധി എന്നെ ഹിസ്റ്റോറിസൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ വാക്യത്തിൽ അങ്ങനെ ഹിസ്റ്റോറിസേഷൻ ഇല്ല. എന്താ ജാതി ചോദിക്കുന്നതിൽ ഒരു സാമർത്ഥ്യത്തോടു കൂടി വാട്ട് ഈസ് യുവർ കമ്മിറ്റി, എനിക്കതിൻ്റെ അർത്ഥം, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിച്ച് ജീവിക്കുന്ന ആളാണ്, പക്ഷെ ഇതിൻ്റെ അർത്ഥം ഒട്ടൊക്കെ മനസ്സിലാക്കി. സ്വാമി പറഞ്ഞില്ലെങ്കിൽ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. വാട്ട് ഈസ് യുവർ കമ്മിറ്റി ടു വിച്ച് യുവർ ഫാദർ ഈസ് സപ്പോസ് ടു ബിലോങ്? ഇതിൽ വിചിത്രമായ ചോദ്യം ചോദിച്ചിട്ട് അതാണ് പ്രിയ പറഞ്ഞ ഈ കാര്യം. അങ്ങനെ ശ്രമിച്ചിരുന്നു. അത് അതിൽ തെറ്റെന്ന് പറയാനില്ല, കാരണം ജാതി ഒരു യാഥാർത്ഥ്യമാണല്ലോ. ആ ചോദിക്കുന്നത് തെറ്റില്ല, ആ യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതറിയാൻ വേണ്ടി ഗാന്ധി ഇങ്ങനെ ശ്രമിച്ചു എന്ന് മാത്രമേ വിചാരിക്കേണ്ടതല്ലോ. ജാതി ഇദ്ദേഹത്തിന് പ്രത്യേകിച്ച് ആനുകൂല്യം കൊടുക്കാനോ ഇദ്ദേഹത്തെ വിമർശിക്കാനോ ഒന്നുമല്ല. ഗാന്ധിക്ക് അത് ചരിത്രപരമായിട്ട് അറിയേണ്ടി വരും. ജാതി എന്നുള്ള കാര്യം ഇല്ല എന്ന് പറയുന്നത് കണ്ടെത്തലാണല്ലോ, അത് ഉണ്ട്. അത് ആ നിലക്കാണ് കണ്ടത്. അല്ലാതെ നമ്മുടെ കേവലമായ ഒരു ആദർശവാദം കൊണ്ട് നമുക്ക് പറയുന്ന കാര്യമില്ലെന്ന് തോന്നുന്നു. ഇദ്ദേഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. അവിടെ കോട്ടയമല്ല പോവില്ല, അത് നല്ലത്. അപ്പോൾ ഇങ്ങനെ സാഹസികമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ പിന്നെ ഈ ഗാന്ധിയുടെ രീതി അല്ല അദ്ദേഹത്തിൻ്റെത്. ഈ മനപരിവർത്തനം എന്നുള്ള ആശയത്തിൽ ഗാന്ധിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു. ഈ പ്രസംഗങ്ങളിലൂടെയും തൻ്റെ ത്യാഗ പ്രവർത്തനങ്ങൾ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതിലൂടെയൊക്കെ ജനങ്ങൾക്ക് മനപരിവർത്തനം വരുന്നതിൽ ആശയം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
പക്ഷേ ഇന്ന് പോലും ജാതി നിലനിൽക്കുമ്പോൾ ഇത്ര നമ്മുടെ പോസ്റ്റ് മോഡേൺ ഉത്തരാധുനിക എന്നൊക്കെ പറയുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. ടെക്നോളജിയൊക്കെ വല്ലാതെ വർദ്ധിച്ചു, ഒരു ആഗോള മുതലാളിത്തം ഉണ്ടായി. ഈ കാലത്ത് പോലും ഇന്ത്യയിൽ ജാതി ഒരുപാട് ശക്തിപ്പെടുകയാണ്. ജാതി ഇല്ലാതെ ഇപ്പോൾ കേരളത്തെ നോക്കിയിട്ട് ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ലല്ലോ. ശക്തിപ്പെടുന്നൊരു ഘട്ടത്തിൽ ഈ ജാതിക്കെതിരെയുള്ള പോരാട്ടം വളരെ വളരെ സൂക്ഷ്മതലത്തിൽ വേണം എന്നാണ് സ്വാമി മനസ്സിലാക്കിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരാൾ വിദ്യാലയമാണ് സ്ഥാപിച്ചത് അറിവിലൂടെ. മാത്രമല്ല അവിടെ ഇപ്പോൾ നമ്മുടെ സഖാവ് പയ്യന്നൂരിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളായിട്ടുള്ള സുബ്രഹ്മണ്യ ഷേണായി അവിടെ ദീർഘകാലം വാർഡനായിരുന്നു. അദ്ദേഹം ഷേണയ്യ ബ്രാഹ്മണനാണ്. അവിടെ വാർഡനായിരുന്നു, നൈറ്റ് വാർഡൻ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത്ര കാര്യം അത് ഷേണായി ഞങ്ങളൊക്കെ വളരെ ആവേശത്തോടെ പറയുന്ന വിശാംശങ്ങളെ വിട്ടുകളായിരുന്നു. അതെ, പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ആ പയ്യന്നൂരിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളാണ്. അതെ അദ്ദേഹം വലിയ കച്ചവടക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തിന് മക്കളുടെ ഷോപ്പൊക്കെ ഉണ്ട്, വാടക ഒക്കെ ഉണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അത് NS മാധവന്റെ ലണ്ടൻ ബത്തേരി ലുത്തിനികൾ എന്ന് പറയുന്ന നോവലിലെ ഒരു കഥാപാത്രമായിട്ട് ഇദ്ദേഹം വരുന്നുണ്ട് ഷെണായി. അപ്പോൾ ഷെണായിയുടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ശക്തി കൂടി അദ്ദേഹത്തിന് ആശ്വാസമായിട്ടുണ്ടാകണം. ആശ്രമത്തിന് ഈ ഗ്രാൻഡൊക്കെ ഇപ്പോഴും അല്ലേ, ഇപ്പോൾ ഗ്രാൻഡൊക്കെ ഉണ്ട്. അന്നൊന്നും ലഭ്യമല്ലാത്ത കാലത്ത് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഷെണയെ പോലുള്ള ധനികന്മാരുടെ സഹായം തേടിയിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയുന്ന കാര്യമാണ്. അപ്പോൾ വളരെ പ്രായോഗിക ബുദ്ധിയുള്ള പ്രയോഗമതിയായിട്ടുള്ള ഒരാളായിട്ടാണ് സ്വാമിയെ കാണേണ്ടത്. പക്ഷെ അദ്ദേഹത്തിന് ഈ മർദ്ദനങ്ങൾ സഹിക്കാനുള്ള എന്തോ ഇച്ഛാശക്തി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒന്നാമത് ഈ സ്ഥിരമായിട്ട് തല്ല് കിട്ടുന്ന സമുദായങ്ങളുണ്ടാവും. കീഴാളന്മാർക്ക് എപ്പം തല്ല് കിട്ടും, അവർക്ക് തല്ലൊരു പുതിയ അനുഭവമല്ല പണ്ടത്തെ കാലത്ത്. പക്ഷെ ഇത് ഈ ബ്രാഹ്മണനാരെ അടിക്കില്ല, ഒരു ഷണായി ആരെ അടിക്കാൻ. അപ്പോൾ അടിയുടെ ചരിത്രം ആ കുടുംബത്തിൽ ആ കുലത്തിൽ തന്നെ ഇല്ല. അടിയുടെ ചരിത്രം കുലത്തിലില്ലാത്ത ഒരു മനുഷ്യന് നിരന്തരം അടി കിട്ടുന്നു, പരിഹാസം ഏൽക്കുന്നു. ഫിസിക്സിൽ ഈ പറഞ്ഞ പോലെ രണ്ടാറായ CV രാമൻ അദ്ദേഹത്തിനേക്കാളും കുറച്ച് മാർക്കുകളാണെന്ന് പറയുന്നത് പയ്യന്നൂർക്കാർ ആവേശം കൊണ്ട് പറയുന്നതെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ പറയാറുണ്ട്. CV രാമൻ പഠിച്ച അതേ കോളേജ് അതേ മുറിയിലാണ് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം ക്ലാസ്മേറ്റ് ആണോ അല്ലെന്നൊന്നും നിശ്ചയമില്ല. അപ്പോൾ CV രാമനേക്കാൾ ഇദ്ദേഹത്തിന് മാർക്കുണ്ടായിരുന്നു. CV രാമൻ നോബൽ സമ്മാനം കിട്ടിയ ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉയർന്നു പോകാൻ ഇടയുള്ള ഒരാൾ അടി വാങ്ങുകയാണ്, ഫിസിക്കലായിട്ടുള്ള അടി, ഫിസിക്കലായിട്ടുള്ള അടി. അപ്പോൾ ആ വ്യത്യാസം. അപ്പോൾ അങ്ങനെ അനുഭവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ മരണകാലത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, തേങ്ങ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കത്തക്ക രീതിയിൽ തൻ്റെ ശരീരത്തെ രാഷ്ട്രീയവൽക്കരിച്ചു എന്ന് പറയാം നമുക്ക് ഇന്നത്തെ ഒരു ഭാഷയിൽ. ശരീരം എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ശരീരത്തെ തന്നെ അത് രാഷ്ട്രീയവൽക്കരിച്ചു. നമ്മളിപ്പോൾ പുതിയ മുതലാളിത്തം പിടികൂടുന്ന പലപ്പോഴും ശരീരത്തിൻ്റെ രീതിയിലാണ്. ഒരുപാട് വിഭവങ്ങളുള്ള മഹാനഗരം കോഴിക്കോടൊക്കെ അങ്ങനെ മഹാനഗരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഒരു വിപ്ലവ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ മണം നമ്മൾ ആ വ്യവസ്ഥയുമായി പൊരുത്തപ്പെടാൻ വേണ്ടി നിറങ്ങൾ, മണങ്ങൾ, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ മാന്ത്രികത, ഇതൊക്കെ വലതുപക്ഷത്തേക്ക് ചേരാനുള്ള പ്രേരണകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം. അത് ഇടതുപക്ഷം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ്. അതിൻ്റെ ആഡുകൾ അല്ലേ, വലിയൊരു മാന്ത്രിക ലോകം, ഒരു വല്ലാതെ ഒരു ലോകം, ആകർഷകമായ ലോകം മുതലാളിത്തം നിരന്തരം ഒരുപാട് ഗവേഷണങ്ങളിലൂടെ ചിന്തിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് ഇദ്ദേഹം വേറെ നിലക്ക് അടികൊണ്ട് പ്രവർത്തിച്ചു. അടി മാത്രമല്ല, ഒരു കാര്യം കൂടി പ്രധാനമായിട്ട് പറയേണ്ടതുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു പരിമിതി ഞാൻ എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് മുമ്പ്. ഈ കോടതിയിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്. ഈ കുറച്ച് നമ്മുടെ വൈകാരികമായിട്ടുള്ള അദ്ദേഹത്തോടുള്ള ബഹുമാനം വിട്ടിട്ടൊന്നും ആലോചിച്ചാൽ ഇദ്ദേഹം ജനങ്ങളെ സംഘടിപ്പിച്ച് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സന്നദ്ധനായിരുന്നില്ല. ഇപ്പോൾ കൊടക്കാട് എൻ്റെ ഗ്രാമം, ഞാൻ തൊട്ട ഗ്രാമം, അവിടെ പ്രശ്നം ഉണ്ടാവുന്നു, പിലിക്കോട് പ്രശ്നം ഉണ്ടാവുന്നു. പക്ഷെ ഇദ്ദേഹം പോലീസിൽ പരാതി കൊടുക്കുകയില്ല. കോടതി കേസ് അതിങ്ങനെ നീണ്ടു പോകും. ജനങ്ങളിൽ എന്തോ ഒരു വിശ്വാസക്കുറവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇന്ന് പറയണം. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനം നിലനിർത്തുമ്പോൾ തന്നെ പൊതു പ്രസ്ഥാനങ്ങളോടുള്ള, ആ നാട്ടിലെ ഉണർവുകളോടുള്ള, അല്ലെ നവോത്ഥാന സംസ്കാരത്തോടുള്ള എന്തോ ഒരു ഇഷ്ടക്കുറവ് ഇദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് വിമർശകപരമായിട്ട് പറയേണ്ടതുണ്ട്. നമുക്ക് സ്വാമിയോടുള്ള അതിന് വേറൊരു തരത്തിലും കൂടെ കണ്ടുകൂടെ. ഇപ്പം സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള കാലഘട്ടത്തിലാണെങ്കിൽ ഗാന്ധി ഒരു കോടതികളെ ബഹിഷ്കരിക്കുന്നു. അതേസമയം ഗാന്ധി ശിഷ്യനായ ആനന്ദതീർത്ഥൻ കോടതി അല്ലെങ്കിൽ കൊളോണിയൽ ആധുനികതയെ ഒരു അഭയ കേന്ദ്രമായിട്ടാണ് കാണുന്നത്. അതായത് തലശ്ശേരിയിലത്തെ സബ് കളക്ടറായിരുന്ന കാൾസ്റ്റൺ സാഹിബാണ് ഇദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും സഹായിക്കുന്നത്. പിന്നെ എന്തൊരു പ്രശ്നം ഉണ്ടായാലും അദ്ദേഹം നേരെ പോകുന്ന കോടതിയിലാണ്. ഒരു ബാർബർ ഷോപ്പിൽ പോയി അവിടെ പോയിട്ട് ചിരട്ടയിൽ ഇവർക്ക് അടിത്തട്ട് ജനതയ്ക്ക് വെള്ളം കൊടുക്കുമ്പോൾ, ചായ കൊടുക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് നേരെ കോടതിയിൽ പോകുന്നു. അങ്ങനെ എന്തിനും ഏതിനും ഒരു കൊളോണിയൽ ആധുനികതയെ കൂട്ടുപിടിക്കുന്ന അതാണ്. അതായത് നിലവിലുള്ള ജാതിവ്യവസ്ഥയിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു പ്രധാന വഴി ഈ ഒരു കൊളോണിയൽ ആധുനികതയാണെന്നുള്ള ഒരു തോന്നൽ സ്വാമിക്കുണ്ടായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അതിൻ്റെ തുടർച്ചയായിട്ട് സ്വാതന്ത്ര്യാനന്തരമുള്ള ആനന്ദതീർത്ഥൻ വീണ്ടും അത് തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. കാരണം സ്വാതന്ത്ര്യാനന്തരവും നമ്മൾ കാണുന്നത്
1947 മുമ്പേ അദ്ദേഹത്തിന് ജാതിവിരുദ്ധ പോരാട്ടങ്ങൾ എത്രമാത്രം മർദ്ദനമേറ്റോ അത്രമാത്രം മർദ്ദനം പിന്നീടുള്ള കാലത്തും അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും തമാശയായിട്ടുള്ളത് ഞാൻ നേരത്തെ കേട്ടിയോട് പറയുന്നു, 1951 തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ AKGയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് 1952 തമിഴ്നാട്ടിലെ മാങ്കുളത്തിലൊരു ചെറിയ സമരത്തിൽ, അതായത് ഒരു കുളത്തിൽ നിന്ന് വെള്ളം എടുത്തിട്ട് ആ താഴ്ന്ന ജാതിക്കാരോടൊപ്പം ചെന്ന് കുടിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് അവിടെയുള്ള സവർണ്ണ ജാതിക്കാർ കാൽമുട്ട് തല്ലിയൊടിക്കുകയുണ്ട്. അങ്ങനെ അദ്ദേഹം 3 മാസം ആശുപത്രി കിടന്നു. പിന്നെ അതിന് തുടർച്ചയായിട്ട് 1982 വരെ രാജകുമാർ സൂചിപ്പിച്ച 1982 ഗുരുവായൂർ ഊട്ടുപുരയിൽ നിന്ന് കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങുന്നത് വരെ നിരന്തര മർദ്ദനമാണ് ഇദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പം അദ്ദേഹം എവിടെയാണ് വിശ്വസിക്കുക എന്നുള്ളൊരു വലിയ പ്രശ്നമായിട്ടാണ് എനിക്കൊന്ന് കുഞ്ഞികൃഷ്ണ മാഷക്ക് അതിൻ്റെ ഒരു മറുപടി പറയാൻ കഴിയുന്നത്. എങ്ങനെയാണ് ഇതിനെ വിശ്വസിക്കുക? ഈ നിലവിലുള്ള നമ്മളതിൽ പറയും പൊയ്കയിൽ അപ്പച്ചനോ വേറെ ഒരു നവോത്ഥാന നായകർക്കും ഇതുപോലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. അത് ഏറ്റവും കൂടിയ തോതിൽ, ഏറ്റവും ക്രൂരമായ തോതിൽ അതിന് വിധേയനാകേണ്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹം ഇങ്ങനെ ഇവിടെയുള്ള പ്രസ്ഥാനങ്ങളെയോ, അതായത് 1930 വരെ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം. 30 വേദാരണ്യത്തിൽ നടന്ന ഉപ്പുസത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിന് ശേഷം പിന്നീട് അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിക്കുന്നില്ല. കോൺഗ്രസ് എന്ന് പറയുന്നുണ്ട്, ഗാന്ധി ശിഷ്യനെന്ന് പറയുന്നത് എങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളായിട്ട് അദ്ദേഹം സഹകരിച്ചു പോകുന്നതായിട്ട് കാണുന്നില്ല. ഹരിജൻ സേവാ സംഘത്തിന്റെ പ്രസിഡന്റായിരുന്നു, അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് AKGയോടുള്ള ഒരു സൗഹൃദത്തിന്റെ പേരിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം കമ്മിറ്റി ചെയർമാനായിരുന്നത്. പിന്നീട് അദ്ദേഹം ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് അദ്ദേഹം സഹകരിക്കുന്നില്ല. അതും പയ്യന്നൂര് പോലെ ഇടതുപക്ഷത്തിൽ ഇത്രയും ശക്തമായ വേരോട്ടമുള്ള ഒരു സ്ഥലത്ത് പോലും ആനന്ദ തീർത്ഥൻ ഒറ്റയാൾ പോരാട്ടമാണ് നടത്തിയത്. അപ്പോൾ എങ്ങനെയാണ് രാജോല മാഷ് പറഞ്ഞ പോലെ അതൊരു പ്രായോഗിക മതിയായിട്ടുള്ള ഒരാളായിട്ട് ആനന്ദ തീർത്ഥനെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുള്ളൊരു ചോദ്യമുണ്ട്. അതെ, ഇത് സംഘടനകളിലെ വിശ്വാസം എന്ന് പറയാം. അതാണ് ശേഷം പ്രിയ അത് വിശദീകരിച്ചത്. സംഘടനകളിൽ എന്തോ വിശ്വാസക്കുറവുണ്ടായിരുന്നു. അത് എന്തുകൊണ്ട് നമുക്ക് ഊഹങ്ങൾ പറയാനല്ലാതെ അദ്ദേഹത്തിന് ഒരുപക്ഷെ തൻ്റെ അതേ ഊർജത്തോടു കൂടി പ്രവർത്തിക്കുക, അതേ വേവ് ലെങ്ത്തിൽ തന്നെ പ്രവർത്തിക്കാനുള്ള ആളുകൾ കിട്ടില്ല. സംഘടനകൾക്ക് സംഘടന പ്രധാനമായിട്ട് വരികയും അതിൻ്റെ തത്വം കുറഞ്ഞു വരികയും ചെയ്യുന്ന ഒരു വിഷയമുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് അദ്ദേഹത്തിന് നേരത്തെ കൂടി കാണാൻ പറ്റിയിരുന്നു. അത്ര ഫുൾ ടൈമറായിട്ട് നിൽക്കാൻ വേണ്ടി ആളുകളെ കിട്ടണമെന്നില്ല. ഇതൊന്നും ഗ്ലാമറുള്ള കാര്യങ്ങളല്ല, അധികാരവുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് ഓർക്കണം. ഗ്ലാമറിനില്ല, മടിയാണ്. അധികാരമില്ലല്ലോ, ഇതിനെ വിഷമിക്കാന്നല്ലാതെ അധികാരം കിട്ടാൻ യാതൊരു അധികാരമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കും ആളുകൾ താല്പര്യം എടുക്കാതിരുന്നത്. അതുകൊണ്ട് പയ്യന്നൂരിൽ തന്നെ ആശ്രമമുണ്ട്. അപ്പം ഞാൻ പയ്യന്നൂർ കോളേജിൽ പഠിക്കുന്ന 79-82 കാലത്താണ്. അപ്പോൾ ഞങ്ങൾ വല്ലപ്പോഴും ഒരു കൗതുകം എന്നുള്ള അദ്ദേഹം പോയി തുടങ്ങിയത്. അപ്പോൾ സ്വാമി പക്ഷേ ആരോഗ്യമൊക്കെ മോശമായിട്ടുണ്ട്, എങ്കിലും അവിടെ കുഞ്ഞുമ്പോട്ടെന്നൊക്കെ വിളിക്കുന്ന സ്വാമിനാഥൻ, അതുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഗാന്ധിമാവിൻ്റെ ഒരു കാൽപ്പനികത, അതിനപ്പുറത്ത് സ്വാമിക്ക് അങ്ങനെ ഒരു സംഘടിപ്പിക്കാനുള്ള സഹായം, അങ്ങനെ സഹായം തേടാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഒരുപക്ഷെ സൂക്ഷ്മമായിട്ട് പറയാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു നമ്മൾ അതിനെ വേറൊരു തരത്തിൽ വേണം കാണാൻ. അദ്ദേഹം ഒരു വ്യക്തി സ്വാതന്ത്ര്യം നേടുന്നതിന് ഏതറ്റവും വരെ നിയമത്തെ ഉപയോഗിക്കാമെന്ന് വിശ്വസിച്ചു. ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തെ വിശ്വസിച്ചു. ഒരു പൗരൻ്റെ അവകാശം, പൗരാവകാശ സംരക്ഷണത്തിന് വേണ്ടി ഗവൺമെൻറ്റിനെയും നീതിന്യായ സംവിധാനത്തെയും ഉപയോഗിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ് എല്ലാ അന്യായങ്ങളെയും ചോദ്യം ചെയ്യുകയും അത് കോടതിയിൽ കൂടി പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പല ആൾക്കാരെയും ശിക്ഷിച്ചിട്ടുണ്ട് കേസിൽ. ഇപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹത്തിൻ്റെ അനുഭവം കൂടെ ഉണ്ട്. പയ്യന്നൂർ മിഷൻ സ്കൂൾ എന്ന് പറയും, BM-LP സ്കൂൾ, 5ാം ക്ലാസ് വരെ. ഞാൻ ആ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. ആ സ്കൂളിൽ സ്വാമിജി ഒരു കുട്ടിയെ, ആശ്രമത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ചേർക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇവിടെ ദളിത് കുട്ടികളെ എടുക്കില്ല, നിങ്ങൾ ലേബർ സ്കൂളിൽ പോയി ചേർക്കണം. അന്ന് ഗവൺമെൻറ് നമ്മളെ ഇതിൻ്റെ ഇതായിട്ട് ലേബർ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടത്തുന്ന സ്കൂളാണ്, അവിടെ എല്ലാവരെയും പ്രവേശിപ്പിക്കും. അപ്പോൾ നിങ്ങൾ അവിടെ പോയി ചേർന്നോളൂ, ഇവിടെ ചേരാൻ പറ്റില്ല. അപ്പോൾ ചേരാൻ പറ്റില്ല, എന്തുകൊണ്ട് ചേരാൻ പറ്റില്ല എന്ന് സ്വാമിജി പറയുന്ന ഒരു വൈപരീത്യം. ആ സ്കൂളിലെ ഹെഡ് മാഷ്, എനിക്കറിയാം, ഡാനിയൽ മാഷ് അദ്ദേഹം ഒരു ദളിത് കൺവേർട്ടഡ് ക്രിസ്ത്യനാണ്. ആ സ്കൂളിലെ ഹെഡ് മാഷ് അദ്ദേഹമാണ് ഇവിടെ പ്രവേശനം നിഷേധിക്കുന്നത്. അങ്ങനെ പ്രവേശനം നിശ്ചയിക്കപ്പെട്ട വിദ്യാർത്ഥി പിന്നെ വേറൊരു സ്കൂളിൽ കൊണ്ടുപോയി ചേർത്ത് പഠിപ്പിച്ച് അദ്ദേഹം പയ്യന്നൂർ ഗവൺമെൻറ് മാപ്പിള സ്കൂളിലെ ഹെഡ് മാസ്റ്ററായിട്ട് വിരമിച്ച ആളാണ്. ദേശീയ അവാർഡ് നേടിയ അധ്യാപകനാണ്.
പ്രഭാകര ശർമ്മ. അതും കൂടി പറയണം. സ്വാമിജി അദ്ദേഹത്തിൻ്റെ വിപ്ലവം എന്ന് പറയുന്നത് അവിടെ വന്ന കുട്ടികൾക്കൊക്കെ പുതിയ പേരിട്ടു. കാരണം ജാതി പൊളിക്കണം എന്നുള്ളതാണ്. ജാതിയെ തകർക്കാൻ എങ്ങനെയാണ്? പൊക്കൻ എന്ന് പറയുന്നവനെ വിളിച്ചിട്ട് അയാൾ സ്വാമിനാഥൻ്റെ പേരിടും. വേറെ എന്തെങ്കിലും പേര് ഇദ്ദേഹത്തിന് പ്രഭാകര ശർമ്മ എന്ന് പേരിട്ടു. പ്രഭാകര ശർമ്മ എന്ന് പേരിട്ടതുകൊണ്ട് വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കിട്ടിയില്ല കുറേ കാലം. കാരണം ശർമ്മ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണൻ എന്ത് പിന്നെ ആനുകൂല്യമാണ്? ഷെഡ്യൂൾ കാസ്റ്റിൻ്റെ ആനുകൂല്യം. പിന്നെ അത് ഷെഡ്യൂൾ കാസ്റ്റാണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് വേറെ സമരം നടത്തേണ്ടി വന്നു. അപ്പോൾ ശരിക്ക് അദ്ദേഹം നിങ്ങൾ നിശ്ചയിച്ച നിയതമായ ജാതി ചട്ടക്കൂടുകളെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിഷേധാത്മക ഒരു റബലിയൻ സ്വഭാവമാണ് അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. അതിൽ നിയമത്തെ കൂടെ നിർത്താൻ പറ്റുമെന്നത് ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തിൻ്റെ ആ റബൽ സ്വഭാവം നിങ്ങളോട് പറയുന്നു. സ്വാമിജിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുള്ള വ്യക്തിയാണ്. അമ്മ നിങ്ങൾക്കറിയാലോ, 905 അവർ ജനിക്കുന്നത്, സ്വാമിജി ജനിക്കുന്നത് ഇളയ മകനായിട്ട്, 6 മക്കളിലെ ഇളയാളായി, 9 മക്കളിൽ. അപ്പോൾ അവർക്ക് എത്ര വയസ്സുണ്ടാവും? എത്ര കൊല്ലം മുമ്പായിരിക്കും? തികച്ചും യാഥാസ്ഥികമായ ചുറ്റുപാടുള്ള ഒരു കുടുംബത്തിലെ ഒരു സ്ത്രീ ഞങ്ങളെ അവിടെ കൊണ്ടുപോകും സ്വാമി. ആശ്രമത്തിൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾ ആശ്രമത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ നമ്മൾ തന്നെ പാത്രം കഴുകണം, നമ്മൾ തന്നെ നിലം തുടക്കണം, നമ്മൾ തന്നെ അടുക്കളയിൽ സഹായിക്കണം, എല്ലാം ചെയ്യണം നമ്മൾ. കാരണം വേറെ പണിക്കാരൊന്നുമില്ല, ഒരു കുക്ക് മാത്രമേ ഉള്ളൂ, ഒരു വാർഡന്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സ്വാമിജി കണ്ണുകൊണ്ട് കാണിക്കും എഴുന്നേറ്റോളും ഞങ്ങളോട്. നമ്മുടെ സ്വഭാവം ഭക്ഷണം കഴിഞ്ഞാൽ പാത്രം നമ്മൾ കൊണ്ടുപോയി കഴുകണം. അപ്പോൾ സ്വാമിജി പറയും എഴുന്നേക്ക് പറയും. ഈ പാത്രം എന്നിട്ട് അമ്മേനെ കൊണ്ട് കഴിക്കും. അമ്മയുടെ മനസ്സിലെ ജാതി പോകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ സ്വന്തം വീട്ടിലാണ് വിപ്ലവം, പിന്നെയാണ് സമൂഹത്തിൽ. ആ അമ്മ എന്നിട്ട് എപ്പോഴും പറയും, നീ എങ്ങനെയാണ് എൻ്റെ വയറ്റിൽ വന്ന് പെടുന്നതെന്ന് ചോദിക്കും അമ്മ ആദ്യകാലത്തൊക്കെ. കുറെ കഴിഞ്ഞപ്പോൾ അമ്മക്ക് മനസ്സിലായി ഇയാൾ നന്നാവില്ല. പക്ഷെ അങ്ങനെ സ്വന്തം വീട്ടിൽ വിപ്ലവം നടത്താൻ എത്ര പേര് തയ്യാറാവും? ഞാനിത് പാത്രം എടുക്കുമ്പോൾ കണ്ണുകൊണ്ട് ഉറക്കെ പറയില്ല, കണ്ണുകൊണ്ട് എഴുന്നേൽങ്ങനെ കണിച്ചിട്ട് എഴുന്നേൽക്കാൻ പറയും. ഈ വിധത്തിലാണ് അദ്ദേഹത്തെ സമീപിച്ചത്. വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഗുരുവായൂരത്തിന് ആദ്യം അദ്ദേഹത്തിന് മർദ്ദനേൽക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏട്ടൻ എഞ്ചിനീയർ ആയിട്ടുള്ളതുകൊണ്ട് അവിടെ കാണാൻ പോയപ്പോൾ അമ്പലക്കുളത്തിൽ കുളിച്ചു. അപ്പോൾ പൂണൂലില്ലാത്തത് കൊണ്ട് നല്ല അടി കിട്ടി. പിടിച്ച് ദേവസ്വം ഓഫീസിൽ കൊണ്ടുവന്നപ്പോഴാണ് ഇത് എഞ്ചിനീയർ അനിയനാന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ വിട്ടു. അതാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ അനുഭവം. അപ്പൊ പൂണൂലില്ലെങ്കിൽ അല്ലെങ്കിൽ ബ്രാഹ്മണനല്ലെങ്കിൽ അമ്പലത്തിൽ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അപ്പൊ എന്നെയും കൂട്ടിയിട്ട് അദ്ദേഹം പയ്യന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി. എന്നോട് പറഞ്ഞു, നമസ്കാര മണ്ഡപത്തിൽ കയറി. ഞാൻ ചെറിയ കുട്ടിയാണ്, എനിക്കൊന്ന് 5ലോ 6ലോ പഠിക്കുന്ന സമയമാണ്, 7ാം ക്ലാസ്സിലാണ്. എന്നോട് പറഞ്ഞു, ഇതാണ് നമസ്കാര മണ്ഡപം. നമ്മൾ എത്ര പേര് അമ്പലത്തിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമസ്കാര മണ്ഡപം എന്ന് പറഞ്ഞാൽ ശ്രീകോവിലിന്റെ മുമ്പിൽ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടാവും. അതാണ് നമസ്കാര മണ്ഡപം. അത് ഭഗവാനെ നമസ്കരിക്കാനുള്ള ഒരു ഏരിയയാണ്. എന്തിനാണ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്? സാധാരണ അമ്പലത്തിലൊക്കെ നടന്നു പോകുന്ന ചുറ്റുവഴികളിലൊക്കെ ആൾക്കാർ ചവിട്ടിയിട്ടുണ്ടാവും, മണ്ണും പൊടിയും ഉണ്ടാവും. പക്ഷെ ഭക്തശിരോമണികൾ നിലത്തന്നെ കിടന്ന് സാഷ്ടാംഗം നമസ്കരിക്കും, അത് വേറെ കാര്യം. അങ്ങനെയുള്ള സ്ഥലത്തല്ല നിങ്ങൾ നമസ്കരിക്കേണ്ടത്. നിങ്ങൾക്ക് അന്തസ്സായി നമസ്കരിക്കാനുള്ള സ്ഥലമാണ് ഈ നമസ്കാര മണ്ഡപം. പക്ഷെ ഈ നമസ്കാര മണ്ഡപം ബ്രാഹ്മണർ മാത്രമേ ഉപയോഗിക്കൂ. കാരണം അവർക്കേ അറിയുള്ളത് എന്തിനാണെന്ന് പോലും. ഇപ്പൊ എന്നോട് പറഞ്ഞു അതിന് മുകളിൽ കയറി നമസ്കരിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അതിൽ മുകളിൽ കയറി നമസ്കരിച്ചു, പുറത്തിറങ്ങി. അപ്പോൾ അമ്പല കമ്മിറ്റിക്കാരും ആൾക്കാരൊക്കെ ഉണ്ട്. സ്വാമിജി അവിടെ നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ പോയി. സ്വാമിജി അടി പ്രതീക്ഷിച്ചില്ല. എനിക്കും കിട്ടും സ്വാമിക്കും കിട്ടും അടി എന്നുള്ള പ്രതീക്ഷിച്ചിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ സ്വാമിജി ഒന്ന് ഉറച്ചു വന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് പയ്യന്നൂർ അമ്പലത്തിലെ കമ്മിറ്റിക്കാരും ഒന്നും ചെയ്തില്ല. ഒരുപക്ഷെ നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവസരം ഉണ്ടായിട്ടുള്ള ഒരേ ഒരാൾ ഞാനായിരിക്കും. ഇതേ ഇതിനാണ് ശ്രീ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അദ്ദേഹം നമസ്കാര മണ്ഡപത്തിൽ കയറി നമസ്കരിച്ചു. 1969-ലോ 70-ലോ. എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. ഞാൻ ആളെ പേര് പറയുന്നില്ല. അദ്ദേഹമായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. അപ്പോ അവിടുത്തെ അമ്പല സെക്യൂരിറ്റി സ്വാമിജിയെ കഠിനമായി മർദ്ദിച്ചു. അന്ന് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനില്ല, ചാവക്കാടാണ് പോലീസ് സ്റ്റേഷൻ. ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ പോയി സ്വാമിജി പരാതി കൊടുത്തു. ആസ്പത്രിക്ക് പോയി അഡ്മിഷനായി. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉള്ള ഏർപ്പാടായി. ചാവക്കാട്ടിൽ നിന്ന് ഗുരുവായൂർ വന്ന് അന്വേഷിക്കുമ്പം അദ്ദേഹം അറിഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഗുരുവായൂർ ഇങ്ങനെ ഒരു നീതി നിഷേധം നടന്നു എന്ന് പൊതുജനങ്ങൾ അറിഞ്ഞാൽ വലിയ പ്രയാസമാവും. അദ്ദേഹത്തിന്റെ കുരുട്ടുബുദ്ധിയിൽ വന്നൊരു ബുദ്ധിയാണ് നമസ്കാര മണ്ഡപത്തിൽ ആർക്കും പ്രവേശനമില്ല എന്നൊരു ബോർഡ് രാത്രി അവിടെ വെച്ചു. നേരത്തെ ഇല്ലാത്തൊരു ബോർഡ്. രാവിലെ പോലീസ് അന്വേഷണത്തിന് വന്നപ്പോൾ
അവർ പറഞ്ഞു ഇതിൽ കയറാൻ പാടില്ല എന്ന് ഞങ്ങൾ സ്വാമിജിയോട് പറഞ്ഞു. എന്നിട്ട് സ്വാമി ബലം പിടിച്ച് കയറിയപ്പോൾ ഞങ്ങൾ തടഞ്ഞിട്ടേ ഉള്ളൂ, മർദ്ദിച്ചിട്ടൊന്നുമില്ല. കേസ് തള്ളിപ്പോയി, കേസ് രജിസ്റ്റർ ചെയ്തില്ല. പക്ഷെ അതേ ഗുരുവായൂർ അമ്പലത്തിൽ ബ്രാഹ്മണരുടെ ഊട്ടുപുരയിൽ കയറി ഇരുന്ന് സദ്യ കഴിക്കാൻ അദ്ദേഹം ഇരുന്നു. അംഗവസ്ത്രം നീക്കിയപ്പം പൂണൂലില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തെ കഠിനമായി മർദ്ദിച്ചു, മാഷ് പറഞ്ഞ പോലെ. പക്ഷെ അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായി വളർന്നു വന്നു, വലിയ പ്രക്ഷോഭം വന്നു. അന്നത്തെ ഹരിജൻ ഫെഡറേഷൻ്റെ ആൾക്കാരൊക്കെ വലിയ പ്രശ്നമായി. തിരുവനന്തപുരത്ത് നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ഗുരുവായൂരിലേക്ക് സത്യാഗ്രഹം വന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ എന്താ, ഗുരുവായൂർ പോകുന്ന ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഗുരുവായൂരിൽ പോയിട്ട് ഇന്ന് ഒരു ദിവസം ചുരുങ്ങിയത് 6000 മുതൽ 7000 പേര് ഗുരുവായൂരിലെ പ്രസാദം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നില്ല പൊതുജനങ്ങൾക്ക് സദ്യ. ബ്രാഹ്മണർക്ക് മാത്രമേ നാലമ്പലത്തിനകത്തുള്ള സദ്യ മാത്രമേ ഉണ്ടായിരുന്നു. അതിനെതിരെ ഇദ്ദേഹം നയിച്ച പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് ദിവസേന 6000 മുതൽ 7000 പേര് പ്രസാദ ഊട്ടിൽ പങ്കെടുക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ദർശനം. ഒരു സാമൂഹ്യമായിട്ട് ഒറ്റപ്പെടുത്തുന്നവരെ അതിൽ നിന്ന് മാറ്റി മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നാൽ സ്വയം പീഡനം അനുഭവിച്ചിട്ടായാലും ശരി, ഞാൻ ഈ അന്യായം ഉറപ്പിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ നിരന്തരമായ ഇതാണ്. ഒരു സിവിൽ റൈറ്റ് ആക്ടിവിസ്റ്റ് എന്നുള്ള നിലക്ക് വേണം അദ്ദേഹത്തെ കാണാൻ എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമതൊരു കാര്യം അദ്ദേഹത്തിൻ്റെ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ അതിൽ നേരിട്ട് അറിയുന്നതാണ്. നമ്മുടെ പാനൂർ SI സോമൻ, നിങ്ങളൊക്കെ അറിയാമല്ലോ, നിങ്ങളൊക്കെ പുതിയ ആൾക്കാരാണ്. സോമൻ എന്ന് പറഞ്ഞ ഒരു SI വെടിയേറ്റ് മരിച്ചു പാനൂർ പോലീസ് സ്റ്റേഷനിൽ വെച്ച്. യഥാർത്ഥത്തിൽ അവിടുത്തെ അദ്ദേഹം സോമൻ എന്ന് പറഞ്ഞ ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ആയിരുന്നു. അപ്പം അദ്ദേഹത്തെ മേലുദ്യോഗസ്ഥനായി കാണാൻ വിസമ്മതിച്ച കീഴുദ്യോഗസ്ഥരായ പോലീസുകാരാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നത്. അന്വേഷണം വന്നു, അത് കേസില്ലാതായി. സ്വാമിജി പാനൂർ 3 ദിവസം ധർണയിരുന്നു, പാനൂർ ഗുരുമന്ദിരത്തിൽ. രണ്ടാമത് കേസ് രജിസ്റ്റർ ചെയ്തു, CBI വന്നു. എല്ലാം കഴിഞ്ഞിട്ട് തെളിവില്ലാതെ കേസ് തള്ളിപ്പോയി. പക്ഷേ ഒരു ദിവസം ഞാൻ കോഴിക്കോടുള്ളപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകണം എന്ന് പറഞ്ഞു. എന്നെയും കൂട്ടി മെഡിക്കൽ കോളേജിൽ പോയപ്പം ഒരാൾ ദേഹാസകലം പരിക്ക് പറ്റിയിട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ്. അവിടെ ചെന്നിട്ട് സ്വാമി ചോദിച്ചു, എന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചു. മനസ്സിലായി എന്ന് പറഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഈ സുഖമില്ലാത്ത അവിടെ ചോദിക്കുന്നു, എന്തെങ്ങനെയുണ്ട് ചോദിച്ചു. അയാളായിരുന്നു ശരിക്ക് സോമനെ വെടിവെച്ച് കൊന്ന ആള്. അയാളോട് ചോദിക്കുക, ഇപ്പം നിങ്ങൾ വലിയ വിശ്വാസിയല്ലേ, ദൈവം ഉണ്ടെന്ന് മനസ്സിലായില്ലേ എന്ന് ചോദിക്കുകയാണ് സ്വാമി. ഇതാണ് സ്വാമിയുടെ സ്വഭാവം. ആ ഒരു അന്യായവും അദ്ദേഹം മറക്കില്ല. അതിൻ്റെ അവസാനത്തെ ഇതുവരെയും അദ്ദേഹം പോകും. ആ വിധത്തിൽ സമൂഹത്തിൽ ഒരു പരിഷ്കരണം നടത്തുകയല്ല, സമൂഹത്തിൽ താഴേക്കടയിൽ നിൽക്കുന്നവരെ മുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുകയും അവർക്ക് താമസ സൗകര്യം കൊടുക്കുകയും അവരുടെ ഉന്നതിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ മുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എന്തുണ്ടായി? ഈ പറഞ്ഞതുപോലെ ഞാനടക്കം ഒരുപക്ഷെ സ്വാമിജിയുടെ ഒരു പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വളണ്ടിയർ ആകാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന് വന്ന നഷ്ടവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാലത്തിന് മുമ്പേ നടന്നവരാണ് സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്ന് പറയും. അത് അന്വർത്ഥമാക്കുന്നതായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ്റെ ജീവിതം. അപ്പം എനിക്ക് തോന്നുന്നു കുഞ്ഞികൃഷ്ണേട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് തന്നെ, ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ളതിലുപരിയായിട്ട് ഒരു പൗരാവകാശ പ്രവർത്തകൻ എന്ന് സ്വാമിയെ വിശേഷിപ്പിക്കുന്നതായിരിക്കും ശരിയെന്ന് തോന്നുന്നു. കാരണം ഒരു സംഘടനയുടെ ചട്ടക്കൂടിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടക്കൂടിനകത്തോ ഒതുങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നില്ല സ്വാമി. അദ്ദേഹം നീതി നിഷേധിക്കപ്പെടുന്ന എവിടെയും ഓടിയെത്തി. അതായത് അധസ്ഥിതരുടെ കണ്ണീരൊപ്പുക എന്നൊക്കെ നമ്മൾ ഇത് പറയുന്നത് പോലെയല്ല, അത്രമാത്രം ഏറ്റവും അടിത്തട്ട് ജനതയെ, അത് ശ്രീനാരായണ ഗുരുവിൻ്റെ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നുള്ള ദർശനം കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് കീഴ്ത്തട്ട് ജനതയ്ക്ക് വിദ്യാഭ്യാസം നൽകി അവരെ ഉയർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ശ്രമകരമായ ജോലിയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. പക്ഷെ അതിലെനിക്ക് എപ്പോഴും ഒരു സംശയം തോന്നാറുള്ളത്, ഇപ്പോഴും എന്തുകൊണ്ടാണ് ഈ ദളിത് പ്രസ്ഥാനങ്ങൾ പോലും സ്വാമി ആനന്ദതീർത്ഥനെ ഇത്രമാത്രം മാറ്റി നിർത്തുന്നത്? കാരണം അദ്ദേഹം ഗൗഡസ്വാരസ്വത ബ്രാഹ്മണനായിരുന്നോ അല്ലയോ എന്നുള്ളതൊന്നും അതൊരു സ്വാമിക്ക് അതൊരു വിഷയമേ ആയിരുന്നില്ല, ആർക്കും വിഷയമായിരുന്നില്ല. അത് കുഞ്ഞികൃഷ്ണേട്ടൻ തന്നെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ആ ശ്രീനാരായണ വിദ്യാലയം എന്ന് പറയുന്നത് വിദ്യാലയമായിരുന്നില്ല, അതൊരു ഹോസ്റ്റലാണ്, അന്തേവാസികൾക്ക് താമസിക്കാനുള്ള ഒരു ഹോസ്റ്റലാണ്. ആ ഹോസ്റ്റലിൽ കുട്ടികളെ ചേർത്ത് അടുത്തുള്ള പരിസര പ്രദേശങ്ങളിലൊക്കെ പോയി അതിനൊക്കെ ഒരുപാട് രസകരമായ കഥകളൊക്കെ പറയുന്നുണ്ട്. ഒരു കുട്ടി അമ്മയുടെ കൂടെ മീൻ പിടിക്കാനോ മീനും കൊണ്ടാക്കാൻ പറ്റ പോവുകയാണ്. അപ്പോൾ സ്വാമി പോയിട്ട് ഈ കുട്ടീനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്.
അവനെ പിന്നെ പിറ്റേന്ന് സ്കൂളിൽ ചേർക്കാൻ പോകണം. അങ്ങനെ എന്താ പറയുക, ചെളിയിലും ചേറിലും ആണ്ടുപോകുന്ന ഒരു ജനതയെ വിദ്യാഭ്യാസത്തിലൂടെ ഉയർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു കാര്യമാണ് സ്വാമി ചെയ്തത്. പക്ഷെ അതിനൊരു തുടർച്ച ഇപ്പോൾ ശ്രീനാരായണ വിദ്യാലയം ഒരു ട്രസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഇപ്പോൾ കുഞ്ഞുഷ്ണേട്ടനെ പോലുള്ളവരൊക്കെ അതിൻ്റെ മുന്നണിയിലുണ്ട്. പക്ഷെ എത്രമാത്രം അത് മുന്നോട്ട് പോകുന്നുള്ള കാര്യം, കാരണം നമ്മുടെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു സംഘടനയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അതിനൊരു തുടർച്ചകൾ വരുന്നുള്ളൂ. ഇത് ഒരു ഒറ്റയാൾ പോരാട്ടത്തിനെ എത്രമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ളതിൽ ഒരു സംശയം ഇപ്പോഴും ബാക്കിയാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാമി ആനന്ദതീർത്ഥൻ നമ്മുടെ നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ടു പോയതും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെയുള്ള നവോത്ഥാന നായകരെ നമ്മൾ കുട്ടികൾ കണ്ടെത്തണമെന്നും അവരെക്കുറിച്ച് പഠിക്കണമെന്നുമാണ് ഈ സെഷനിലൂടെ കാര്യമായിട്ട് പറയാനുള്ളത്. രാജാറാം മാഷ് ഒന്നും കൂടി പറഞ്ഞത് നമ്മൾ അവസാനിപ്പിക്കും. കൂടുതലായിട്ടൊന്നും പറയാനില്ല. ശരീരത്തിൽ അനുഭവിച്ച ആളാണ് ഈ വിഷമം മുഴുവൻ, ശരീരത്തിൽ അനുഭവിച്ച ആളാണ് അദ്ദേഹം. ദീർഘകാലം ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ തലച്ചോറ് കലങ്ങിപ്പോയിട്ടെന്ന് പറയും. അങ്ങനെ ആണ് അദ്ദേഹത്തിൻ്റെ അവസാന കാലം. ഞാൻ അദ്ദേഹത്തിന് ആ കാലത്ത് കണ്ടിട്ടില്ല. ശ്രീ കുഞ്ഞികൃഷ്ണൻ അത് തീർച്ചയായിട്ടും അറിയാം. അങ്ങനെ ബുദ്ധിമുട്ടിയാണ് അദ്ദേഹം കടന്നു പോയത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു സംഗതി ഉണ്ട്, അങ്ങനെയുള്ള ആൾ വേറെ ഇല്ല. നമുക്ക് കേരള നവോത്ഥാനത്തിൻ്റെ, ഒരുപക്ഷെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ ചരിത്രം നോക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനില്ല. അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. ആ വിജയിച്ചതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ എത്രയോ ആളുകൾ വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ, രണ്ടുപേരും വളരെ മാന്യ, അവർ മക്കൾ വളരെ സമ്പന്നം എന്ന് പറഞ്ഞാൽ വളരെ ആരോഗ്യകരമായിട്ടുള്ള ഒരു സിവിൽ സൊസൈറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള ജീവിതം ജീവിക്കാൻ അവർക്ക് പറ്റുന്നുണ്ട്. ഇത് ഒരുപാട് ആളുകളുടെ ചരിത്രമാണ്. വലിയ ഉദ്യോഗസ്ഥന്മാരായ ആളുകൾ, അങ്ങനെ വലിയ ഉദ്യോഗസ്ഥന്മാരായി മാറാത്തവരും ഉണ്ടാവും. പക്ഷെ അവർക്കും ഒരു ജനാധിപത്യ ബോധവും ഒക്കെ ആശ്രമത്ത് അല്ലെങ്കിൽ ആ വിദ്യാലയത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം വിജയമാണ്. പക്ഷേ ഈ പറഞ്ഞ പ്രിയ പറഞ്ഞ പോലെ ഈ മറ്റ് ആളുകളെ കൂട്ടാനുള്ള ഒരു മടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഏതോ ഒരു അളവിൽ അതൊരു ഏകാന്തതാ ബോധം ഉണ്ടാവും, ഒറ്റക്ക് എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ അടികിട്ടേണ്ടി വന്നതെന്ന് തോന്നുന്നത്. ഈ ഏകാന്തത അത് പ്രസ്ഥാനമായി മാറിയെങ്കിൽ അങ്ങനെ ശാരീരിക മർദ്ദനം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം ഒരു കോംപ്ലക്സ് ക്യാരക്ടറാണ്. നമുക്ക് നമ്മുടെ ഈ ഡിസീസിൻ്റെ ഒക്കെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒന്നിലേക്ക് പിടിച്ച് കെട്ടും. അങ്ങനെ കെട്ടാനാവുന്ന ഒരു സംഗതിയല്ല അദ്ദേഹം. വളരെ സങ്കീർണമായിട്ട് അല്ലേ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ്, ഒരുപക്ഷെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഏറ്റവും വിശദമായിട്ട് വരേണ്ടത് ശ്രീനാരായണ ഗുരുവിൻ്റെ അവസാനത്തെ സന്യാസി ശിഷ്യനാണ് അദ്ദേഹം. സ്വാമിജിക്ക് കാഷായ വസ്ത്രം കൊടുത്തതിന് ശേഷം 4-5 മാസം മാത്രമേ ഗുരു ജീവിച്ചിരുന്നുള്ളൂ. ഗുരുവിൻ്റെ സമാധി ഉണ്ടായപ്പോൾ SNDP ഗുരുവിൻ്റെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. ശ്രീമാൻ R. ശങ്കറിൻ്റെ നേതൃത്വത്തിൽ. R. ശങ്കർ എന്ന് പറഞ്ഞാൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്നു, അന്ന് ഉപമുഖ്യമന്ത്രിയായിരുന്നു. അത് എന്താ കാര്യം എന്ന് വെച്ചാൽ, ഗുരുവിന് ഭക്തജനങ്ങൾ കൊടുത്ത സ്ഥലമാണ്. ഗുരു വാങ്ങിയ സ്ഥലമൊന്നുമല്ല ഈ വർക്കലയിലും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പോൾ അതിൽ നിന്ന് തന്നെ വർക്കല SNDP കോളേജിന് വേണ്ടിയിട്ട് ഗുരു വിട്ടുകൊടുത്ത സ്ഥലമുണ്ട്. പാട്ടത്തിന് വിട്ടുകൊടുത്താണ്, കൈ വിട്ടുകൊടുത്തിട്ടില്ല. പക്ഷേ SNDP എടുത്തൊരു നിലപാട് എന്താണെന്ന് വെച്ചാൽ, ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അതിൻ്റെ അധ്യക്ഷനായിരുന്നു ഗുരു. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ സ്വത്താണ്. സ്വാമിജി ആനന്ദതീർത്ഥൻ എടുത്ത നിലപാട് എന്താ? അദ്ദേഹം പറഞ്ഞത് ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘവും ശ്രീനാരായണ ധർമ്മ സംഘവും രണ്ടാണ്. ശ്രീനാരായണ ധർമ്മ സംഘം എന്ന് പറഞ്ഞാൽ സന്യാസിമാരുടെ സംഘമാണ്. ആ സന്യാസിമാരുടെ സംഘത്തിൻ്റെ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി വേറെ ആർക്കും അവകാശമില്ല. അങ്ങനെ ഗുരുവിൻ്റെ ഇതിന് ശേഷം കേരള ഹൈക്കോടതിയിൽ സ്വാമിജി ഫയൽ ചെയ്തൊരു റിട്ട് 28 ഫയൽ ചെയ്ത റിട്ട് 1955 വിധിയാവുന്നത്. ആ 55 വിധിയോട് കൂടിയിട്ട് ഈ പ്രോപ്പർട്ടി ശ്രീനാരായണ ധർമ്മസംഘത്തിൻ്റെതാണെന്നും വേറെ ആർക്കും അവകാശമില്ല എന്ന് കോടതി പ്രഖ്യാപിച്ചു. എന്നിട്ട് സ്വാമി ആനന്ദതീർത്ഥരോട് തന്നെ ആവശ്യപ്പെട്ടു, നിങ്ങളൊരു സ്കീം തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സ്കീം തയ്യാറാക്കിക്കൊണ്ടുവന്ന് ആ സ്കീം അപ്രൂവ് ചെയ്തിട്ട് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിൻ്റെ ആദ്യത്തെ അധ്യക്ഷനും മഠാധിപതിയായിരുന്നു സ്വാമി ആനന്ദതീർത്ഥൻ. നിങ്ങളൊന്ന് ആലോചിച്ച് ഇന്നത്തെ ശിവഗിരിയുടെ സ്റ്റാറ്റസ് എന്താ? സ്വാമിജി അവിടെ തന്നെ ഈ തല്ലുകൊള്ളാൻ പോകാണ്ട് അവിടെ തന്നെ മഠാധിപതിയായി ഇരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? അദ്ദേഹം മഠാധിപതിയായിരിക്കുമ്പോഴാണ് ജവഹർലാൽ നെഹ്റു അവിടെ സന്ദർശിച്ചത്. അപ്പോൾ അതും ഈ കോടതിയിൽ കൂടി തനിക്ക് നീതി നേടിയെടുക്കാൻ പറ്റുന്ന ഉത്തമ വിശ്വാസത്തിലാണ്. ഇന്നിപ്പം ശ്രീനാരായണ ധർമ്മസംഘം ഇത്രയും വലിയ പ്രസ്ഥാനമായിട്ട് ഒറ്റയ്ക്ക് വേറെ ആരുടെയും പിന്തുണയില്ലാതെ, എല്ലാം വേറെ ആരോ അന്യാധീനപ്പെടുത്താതെ നിലനിർത്താൻ കഴിഞ്ഞത് സ്വാമിയുടെ ഒരു ഒറ്റയാൾ പ്രവർത്തനത്തിൻ്റെ ഒരു പോരാട്ടത്തിൻ്റെ ഫലമാണ്.
ഇതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഒരു തര അന്യായവും അദ്ദേഹം വിവേചനങ്ങൾക്കെതിരായി പോരാടും, അന്യായങ്ങൾക്കെതിരായി പോരാടും. അതിനെല്ലാവരും മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ച പോലെ അദ്ദേഹത്തിന് പിന്നണി പോരാളികൾ ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ സമൂഹം ചെയ്തൊരു തെറ്റായിരിക്കും, ഞാനടക്കം എന്ന് മാത്രമേ എനിക്ക് പറയാം. ഈ ഒരു സെഷൻ ഫലവത്താക്കിയ EP രാജോല മാഷക്കും കുഞ്ഞികൃഷ്ണ മാങ്ങാടനും ഇത് കേട്ട് ഈ സദസ്സ് സമ്പന്നമാക്കി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തും.